ഹായ്, മായാസുതിയാണേ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. ഞാൻ കുറേ ടോപ്പിക്സിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക് എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. നമ്മുടെ വീഡിയോ ആപ്റ്റായിട്ടുള്ള ആൾക്കാരെ ഞാൻ പറയാം, ഒരു 25 to 35 ഏജ് വരെയുള്ള ആൾക്കാർക്ക് പറ്റിയൊരു വീഡിയോ ആണ്. ഇനി അതിന് മുകളിലാണെങ്കിൽ അവർക്കും കാണാം. കാരണം ആ ഒരു ഏജ് ഗ്രൂപ്പിൽ സ്ട്രഗിൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോകാം അല്ലേ. നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 25 to 35 ഏജ് ഗ്രൂപ്പിലുള്ളവർ മസ്റ്റായിട്ടും കാണേണ്ട ഒരു വീഡിയോ ആണ്. ഇനി അത് അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ, നമ്മൾ ഈ 25 to 35 ഏജിൽ കുറേ കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക, നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ലൈക്ക് പഠിത്തത്തിൻ്റെ കാര്യം, ജോലിയുടെ കാര്യം, അതുപോലെ തന്നെ ഒരു ഫാമിലി ഇതാവാനുള്ള കാര്യം, മാരേജിൻ്റെ കാര്യം, അങ്ങനെ കുറേ സ്ട്രഗിൾസ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ടൈമാണ് ഈ 25 to 35 ഏജ്. ഇനി ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊരു മോട്ടിവേഷനാണ് കേട്ടോ. എൻ്റെ 25 to 35 ഏജ് ഗ്രൂപ്പിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയുമ്പോഴേ ഈ ഒരു സ്റ്റോറിക്ക് ഒരു ഫുൾനെസ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് ഇപ്പോൾ സൗദി അറേബ്യയിൽ. ഞാൻ നേഴ്സിംഗ് പഠിച്ചിറങ്ങിയിട്ട് ഇപ്പോൾ 12 വർഷമായി കേട്ടോ. ഈ 12 വർഷത്തിൽ 10 വർഷവും ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട്. ഞാൻ ക്ലിനിക്കൽ സൈഡിൽ എക്സ്പീരിയൻസ് ആണ്. ബാക്കിയുള്ള 2 വർഷം എൻ്റെ ഡെലിവറി ഇങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ടൈം ഞാൻ എടുത്തതാണ് 2 ഇയർ. ഇനി എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കുറച്ച് നാൾ എൻ്റെ എക്സ്പീരിയൻസ് കരിയർ തുടങ്ങുന്നത് ഞാൻ പഴയൊരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു അനാഥ മന്ദിരത്തിൽ നിന്നായിരുന്നു. അതായത് സ്ട്രീറ്റിലൊക്കെ ആൾ കിടക്കുമ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന ഒരു ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ സാറിന്. അപ്പോൾ സാർ അങ്ങനെ ഒരു 400 പേരുള്ള ഒരു അഭയാകേന്ദ്രം നടത്തുന്നതായിരുന്നു. എൻ്റെ ബ്രദർ അവിടെ വർക്ക് ചെയ്യുന്നതായിരുന്നുകൊണ്ട് അവൻ്റെ റെക്കമെൻഡിൽ എനിക്ക് അവിടെ ജോലി കിട്ടി. സോ ഞാൻ അവിടെ വർക്ക് ചെയ്തു കുറേ നാൾ. എനിക്കത് ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ജോലിയിലങ്ങ് ഒരു ഇറക്കം ഉണ്ടായിരുന്നില്ല, നല്ല ഒരു കയറ്റം തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് പലരും എന്നെ കാണുമ്പോൾ പറയുമായിരുന്നു, നീ എങ്ങനെ അവിടെ ജോലി ചെയ്യുന്നു. പലരും അവിടെ ഈ ബർത്ത്ഡേസ് ഒക്കെ നടത്തുമ്പോഴത്തേക്കും ആൾക്കാരെ കാണാനൊക്കെ വരുമായിരുന്നു. അപ്പോൾ പറയും, നീ എങ്ങനെ അവിടെ വർക്ക് ചെയ്തു. പക്ഷേ അത് ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു കേട്ടോ എനിക്ക് അവിടെ വർക്ക് ചെയ്തതിൽ. പിന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മെഡിക്കൽ സർജിക്കൽ വാർഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ER വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് നാൾ. പിന്നെ നേരെ സൈക്യാട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സൗദിയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ER വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നിട്ട് എൻ്റെ 10 വർഷം അങ്ങനെയാണ് എൻ്റെ ജോലിയുടെ ഒരു രീതിയിൽ എക്സ്പീരിയൻസ് ആയിട്ട് പോയത്. ഇനി 2015 മുതൽ എനിക്കൊരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട്. അതായത് ഡ്രസ്സിൻ്റെ മാത്രമായിട്ടുള്ള ഓൺലൈൻ സ്റ്റോർ. സോ ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് ആ ഒരു ഓൺലൈൻ സ്റ്റോർ, അതായത് പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ തൊട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഓൺലൈൻ സ്റ്റോറ് പല രീതിയിലും തുടങ്ങി. അതായത് എന്താ പറയുക, ജ്വല്ലറി, ത്രെഡ് കൊണ്ടുള്ള ജ്വല്ലറി മേക്കിങ്, പിന്നെ അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ഡ്രസ്സ് സെല്ല് ചെയ്യുന്നത്, അങ്ങനെ. പക്ഷേ നിങ്ങളത് ഞെട്ടും, എനിക്ക് മന്ത്ലി കിട്ടുന്ന ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യുന്ന ജോലിക്ക് എനിക്ക് കിട്ടുന്ന ഇൻകം 25 to 30,000 ആയിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ, അതായത് 2015 കാലഘട്ടത്തിൽ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം, അപ്പം ഒരാൾക്ക് വീട്ടിലിരുന്ന് ചെയ്താലും അത്രയും ഇൻകം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ ഹസ്ബൻഡായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോഴും പുള്ളി ഒരു ബിസിനസ് ഫീൽഡിലുള്ള ആളായതുകൊണ്ട് ഒരുപാട് ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരും. കസ്റ്റമറിനെ എങ്ങനെ ഡീൽ ചെയ്യണം, നമ്മളെങ്ങനെ സെല്ല് ചെയ്യണം, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും കേട്ടോ. സോ അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. പിന്നെ ഈ 10 വർഷം കൊണ്ട് നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണുന്നതല്ലേ. 100 ആൾക്കാരെ കാണുമ്പോൾ 100 ആൾക്കാരുടെ സ്വഭാവം ഡിഫറൻറ്റ് ആയിരിക്കും അല്ലേ. അവരൊക്കെ ഓരോ രീതിയിലായിരിക്കും നമ്മൾ മാനേജ് ചെയ്യുന്നതല്ലേ. സോ അന്ന് നമ്മൾ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത ഗ്രൂപ്പ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ അന്ന് മുതലുള്ള ആൾക്കാർ ഇന്നും ആ ഗ്രൂപ്പിലുണ്ട്. നമ്മുടെ സ്ഥിരമായിട്ട് നമുക്ക് ഡ്രസ്സ് എടുക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കത് കഴിഞ്ഞിട്ട് സൗദിയിൽ ജോലി കിട്ടി. അങ്ങനെ അങ്ങോട്ടേക്ക് മാറി. പിന്നെ അവിടെ നിന്നുകൊണ്ട് നമ്മൾ നാട്ടിൽ ഓൺലൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം നമുക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതങ്ങനെ തന്നെ പോയി. ഓൺലൈനും കൊണ്ടുപോകാൻ പറ്റി, ഡ്യൂട്ടിയും കൊണ്ടുപോകാൻ പറ്റി. അവിടെ ആണെങ്കിൽ 8 hour ഡ്യൂട്ടി ആയിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ഓൺലൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് 2018 മുതൽ നമ്മുടെ സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ നിന്ന് സൗദി പോയോ അന്ന് ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് തന്നെ കുക്കിംഗ് വീഡിയോസ് ഇങ്ങനെയൊക്കെ എടുത്ത് തുടങ്ങി നമ്മൾ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു. ആ അപ്ലോഡ് ചെയ്ത സമയത്തും എനിക്ക് യൂട്യൂബിനോട് അങ്ങനെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം, അതിൽ നിന്ന് പൈസ ഉണ്ടാക്കണം, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിലും അതുപോലെ തന്നെ സൗദിയിലും ഒരേപോലെ പോയിക്കൊണ്ടിരുന്നതാണ് ടിക്ടോക്ക്. അന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. എന്തായാലും അതിനകത്ത് ഞാൻ എന്താ പറയുക, ഭയങ്കര രീതിയിൽ എനിക്ക് കയറാനായിട്ട് സാധിച്ചു. അങ്ങനെ കയറി വന്ന് ആ നാട്ടിൽ നമ്മൾ അറിയാൻ തുടങ്ങി, കുറേ പേര് നമ്മളെ പരിചയപ്പെടാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ വലിയ ബ്രാൻഡുമായിട്ട് നമ്മൾ പ്രൊമോഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സോഷ്യൽ മീഡിയയിൽ 2018 കയറിയതാണ്. ഇന്ന് വരെ നമ്മൾ സോഷ്യൽ മീഡിയയും കൊണ്ടുപോകുന്നുണ്ട്, പ്രൊമോഷൻസ് കൊണ്ടുപോകുന്നുണ്ട്.
കൊണ്ടുപോകുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചാൽ നമുക്കിതെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ലേ? നമുക്കൊരു പാഷനുണ്ട്, നമുക്ക് ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു പാഷനും ഒരാളുടെ സപ്പോർട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇതൊക്കെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റോടെ വേണം കേട്ടോ. ഞാൻ ഇപ്പം എനിക്ക് 12 hour ഡ്യൂട്ടിയാണ്. ആക്ച്വലി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഒരു കാരണമുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ 12 hour ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നിനക്ക് എങ്ങനെ ഇതിനൊക്കെ സമയം കിട്ടുന്നു എന്ന്. അപ്പം ഞാൻ അവരോട് പറയാനുള്ളത്, നമുക്കിപ്പോൾ 12 hour ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒരു ഓഫ് കിട്ടുമ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ഡേ എൻ്റെ ഓഫ് കിടന്നുറങ്ങാൻ പറ്റും കേട്ടോ. അത് ഓരോരുത്തരുടെ മെൻറ്റാലിറ്റിയാണ്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്കൊരു ഓഫ് കിട്ടുകയാണെങ്കിൽ കുറച്ച് നേരം കിടന്നുറങ്ങും, ബാക്കി കുറേ നേരം എനിക്ക് ഓൺലൈൻ ഞാൻ പറഞ്ഞല്ലോ സെല്ലുണ്ട്. അപ്പോൾ നാട്ടിലേക്കുള്ളതും നമുക്ക് ഇങ്ങോട്ടേക്കുള്ളതും എല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ടുണ്ടാവും ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. അത് സെലക്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് വീഡിയോസിന് വേണ്ടിയിട്ട് കണ്ടൻറ്റുകൾ ഉണ്ടാവും, നമുക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് വീഡിയോസ് ഉണ്ടാവും, പിന്നെ കുറേ നമ്മൾ അല്ലാതെ എടുക്കുന്ന വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടാവും. ഇതെല്ലാം ഞാൻ എൻ്റെ ഈ ഓഫ് ടൈമിൽ ഇരുന്നാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പല ആൾക്കാരും ചിന്തിക്കാറുണ്ട്, നമ്മളെ കൊണ്ട് ഒന്നും നടക്കത്തില്ലല്ലോ, നമ്മളെങ്ങനെ. എൻ്റെ ഫ്രണ്ട്സൊക്കെ ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ജോലി ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയിരിക്കണം. ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ്. നമുക്കിപ്പോൾ ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ളവർക്കാണ് കൂടുതലായിട്ട് ബിസിനസ്സിൽ ഭയങ്കര ഇതിൽ മാർക്കറ്റിംഗ് ഉള്ളത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം ഞാൻ ഇനിയുള്ള കാര്യങ്ങളിൽ നമുക്ക് എന്താ പറയുക, കുറേ ആൾക്കാരെ റീസെല്ലേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊക്കെ ചെയ്യണം എന്നുള്ള ഭയങ്കരമായിട്ട് ഉള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. അവരെയും കൂടി വെച്ചിട്ടൊക്കെ ചെയ്യണം, അങ്ങനെ ജോലിയില്ലാത്ത നിൽക്കുന്നവരെ കുറച്ച് സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ഉള്ളത്. അപ്പം എൻ്റെ ബിസിനസ് വളരുന്നതനുസരിച്ച് മാത്രമേ എനിക്കത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എന്തായാലും മാക്സിമം അത് ട്രൈ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ കുറച്ച് പേര് അങ്ങനെയുണ്ട് നാട്ടിലുള്ളവർ. സോ അവർക്ക് കുട്ടികളെ ഒന്നും ഇട്ടിട്ട് അങ്ങനെ ജോലിക്ക് പോകാനോ വീട്ടിൽ നിന്ന് അങ്ങനെ പോയി വരാനോ ഒന്നും പറ്റാത്ത ആൾക്കാരുണ്ട്. സോ നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് എന്ത് പറ്റുന്നു നമ്മൾ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. പിന്നെ ഞാൻ ഫസ്റ്റായിട്ട് പറയുന്നത്, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. അത് നമ്മുടെ പ്രപഞ്ചത്തിലുള്ളതാണ്, പോസിറ്റീവ് നെഗറ്റീവ്. അതുപോലെ തന്നെ ആൾക്കാരും ഉണ്ടാവും നമ്മുടെ അടുത്ത്. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി, ആ ഒരു വീഡിയോ കൊണ്ട് അവർക്ക് ദോഷമൊന്നുമില്ലല്ലോ, ഇല്ലേ? ഞാൻ ചെയ്യുന്ന ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ദോഷമൊന്നുമില്ലല്ലോ, എന്തെങ്കിലും ഒരു അറിവ് ഒരാൾക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്നതല്ലേ. സോ നമ്മളെ നെഗറ്റീവ് അടിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് ഈ ഒരു വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്ന ഒരു കാര്യം, വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വീഡിയോ എടുക്കുന്നത് ഇതിന് മുമ്പേ ഇരുന്ന് നമ്മൾ ഇത്രയും സംസാരിക്കുകയാണ്. ആൻഡ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടായിരിക്കും എന്നറിയോ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ സിമ്പിളായിട്ട് ഒരു റീൽ എടുത്ത് നോക്കിയാൽ മതി. നിങ്ങൾ ഒരു റീൽ വെറുതെ ഇരുന്നിട്ടൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ശരിയാവത്തില്ല, സെക്കൻഡ് ടൈം നിങ്ങൾ നോക്കുക, അപ്പോഴും ശരിയാവില്ല, തേർഡ് ടൈം നോക്കുക, അപ്പോഴും ശരിയാവില്ല. ചിലപ്പോൾ 6 7 വട്ടം എടുക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ റീൽ ഇഷ്ടപ്പെടുക. അതുപോലെ എഫേർട്ട് എടുത്തിട്ടാണ് ആൾക്കാർ ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇനിയും ഈ വീഡിയോയുടെ താഴെയും അതുപോലെ തന്നെ വേറെയുള്ള വീഡിയോയുടെ താഴെയും ഒക്കെ അല്ലാതെ നെഗറ്റീവ് കമൻറ്റ്സ് പറയുന്നവരെടുത്ത് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, ഇതൊക്കെ എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരു നെഗറ്റിവിറ്റി കൊടുത്തിട്ട് അല്ല വീഡിയോ ചെയ്യുന്നത്, ഇല്ലേ? ഒരാൾക്ക് അത് യൂസ് ആയിരിക്കണം എന്നുള്ള കണ്ടന്റും അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, ഇല്ലേ? ഇത്രയും നെഗറ്റിവിറ്റി കണ്ട് വളരുന്ന നമ്മുടെ ഇടയിൽ ചില പോസിറ്റിവിറ്റി തരുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അതിൽ വന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലോക്ക് ഓപ്ഷൻ ഉണ്ട്, ബ്ലോക്ക് ചെയ്തിട്ട് പോവാം, അങ്ങനെയുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു സൈഡിൽ നിന്ന് ഞാൻ ചെയ്യാറെന്താണെന്നറിയും, അങ്ങനെ നെഗറ്റിവിറ്റി പറയുന്നവരെ ഞാൻ ഇങ്ങോട്ട് ഒഴിവാക്കാറാണ്. എനിക്ക് അതിനോട് താല്പര്യമില്ല. കാരണം ഞാൻ എൻ്റെ ഈ ഒരു സോഷ്യൽ മീഡിയ ഈ പറഞ്ഞ പോലെ 6 വർഷമായിട്ട് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 10 വർഷമായിട്ട് എൻ്റെ ബിസിനസ് ഫീൽഡ് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. 10 വർഷമായിട്ട് എൻ്റെ പ്രൊഫഷനും ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരാൾക്ക് ഈ നെഗറ്റീവ് കമൻ്റ് ഒന്നും അല്ല കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിലാണെങ്കിൽ പോലും എന്തൊരു നെഗറ്റിവിറ്റി വന്നാലും എന്തൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം നടന്നാലും അത് ശരിയാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അപ്പം ഞാനത് നെഗറ്റീവായിട്ട് ഒന്നും തന്നെ എടുക്കാറില്ല. എനിക്ക് നെഗറ്റിവിറ്റി ആണെന്ന് തോന്നുന്ന ആളുകളാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഞാൻ ഒഴിവാക്കാറാണ് കേട്ടോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെ നമ്മൾ സൗദി റിലേറ്റഡ് അതുപോലെ നഴ്സസ് റിലേറ്റഡുമായിട്ടുള്ള ഒരുപാട് വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ഓൾറെഡി ടോപ്പിക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ മായ48 എന്നുള്ള പേജും അതുപോലെ തന്നെ നമ്മുടെ ടിക്ടോക്കിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മായ.സുധി 2.0 എന്ന ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല നല്ല വീഡിയോസ് നല്ല കണ്ടന്റുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എസ്പെഷ്യലി സൗദിയിലുള്ള നഴ്സസിനെ റിലേറ്റഡും പിന്നെ അതുപോലെ തന്നെ എല്ലാവരെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഓരോരോ ടോപ്പിക്സ് ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. സമയം പോലെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ബൈ.